പാഠം 239. ധൈര്യം പുരുഷ ലക്ഷണം. സാറിന് ഇത്രമാത്രം ആലോചിക്കുന്നത് കുറച്ചു നേരമല്ലോ തുടങ്ങിയിട്ട്. ഒരു വില്ലേജ് ഓഫീസർക്ക് ആലോചിക്കാൻ പല കാര്യങ്ങളും കാണും. നിന്നെ പോലെ വക്കീലന്മാർക്ക് അത് പറഞ്ഞാ മനസ്സിലാവില്ല. ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത്. ഒരു വില്ലേജ് ഓഫീസർക്ക് അങ്ങനെ ഒരുപാട് ആലോചിക്കണമെന്ന് പറയുന്നത് കേട്ടാൽ നാട്ടുകാർ കേട്ട് ചിരിക്കില്ലേ മോഹനേട്ടാ? എന്റെ കാര്യം എന്താ? മോഹനേട്ടാ, നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ വില്ലേജ് ഓഫീസർ എന്താണെന്നും വില്ലേജ് ഓഫീസിൽ എന്താണ് നടക്കുന്നതൊക്കെ നന്നായിട്ട് അറിയാം. ഇനി ഞങ്ങൾ ആരും അറിയാത്തത് എന്തോ നടക്കുന്നുണ്ടെന്നും വരുത്തി തീർത്ത് വലിയ ആളാവാനാണ് പരിപാടിയെങ്കിൽ അത് ഈ സത്യഭാമനടുത്ത് നടക്കില്ല. ചായ കുടിച്ചിട്ട് കുളിച്ചിട്ട് ആഫീസിൽ പോവാന്നൊക്കെ. ബാക്കി ആലോചന അവിടെ ചെന്നിട്ടാവാം. നീ ഇപ്പോ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർ വെറുതെ ഓഫീസിൽ പോയിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അല്ലേ? എന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. പക്ഷേ മോഹനേട്ടൻ അങ്ങനെ ഒരു കണക്ക് പറഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോ അത് ശരിയായിരിക്കും. മോഹനേട്ടാ, എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ, ഇത് തീർത്തും എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണേ, ഈ വില്ലേജ് ഓഫീസിന്റെ ഒരാവശ്യമില്ല. വെറുതെ കുറെ പേർക്ക് ശമ്പളം കൊടുക്കാനായി ഒരു ഓഫീസ്. നാട്ടുകാർക്ക് ഗുണമുള്ളതൊന്നും അവിടെ നടക്കില്ല. നടക്കുന്ന അത്രയുമാണെങ്കിൽ അഴിമതി. ഇത് നിന്നോട് ആരാ പറഞ്ഞ? എടീ, വില്ലേജ് ഓഫീസ് ഇല്ലെങ്കിൽ നീയൊക്കെ എങ്ങനെ കരമടയ്ക്കും? ഈ കരവെന്ന് ഏർപ്പാടങ്ങ് നിർത്തണം മോഹനേട്ടാ. ഇല്ലെങ്കിൽ കരം പഞ്ചായത്ത് ഓഫീസിൽ അടയ്ക്കാനുള്ള വഴി നോക്കണം. വീട്ടുകാരും പഞ്ചായത്തിലല്ലേ നമ്മൾ അടയ്ക്കുന്നത്. അപ്പോ ഭൂമിയുടെ കരവും പഞ്ചായത്തിൽ അടയ്ക്കാം. നിനക്ക് ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യും? പഞ്ചായത്ത് മുഖേന കൊടുക്കണം. വരുമാന സർട്ടിഫിക്കറ്റ് അതും പഞ്ചായത്ത് മുഖേനയാവാം. പോക്കുവരവ് ആധാരം രജിസ്റ്റർ ചെയ്യുന്നത് സബ് രജിസ്ട്രാറിന്റെ അടുത്തല്ലേ? അപ്പൊ പോക്കുവരവ് അവിടെ തന്നെ ആവാം. ജാതി സർട്ടിഫിക്കറ്റ്. ഈ ജാതി വ്യവസ്ഥ തെറ്റല്ലേ മോഹനേട്ടാ? ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് സർക്കാരിന്റെ വില്ലേജ് ഓഫീസർ തന്നെ ജാതി പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്താലോ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞതിനോടാണ് എനിക്ക് യോജിപ്പ്. ഒരു ജാതിയാണെങ്കിൽ പിന്നെ എന്ത് ജാതി സർട്ടിഫിക്കറ്റ്? ഒരു സാധാരണ ഭാര്യയാണെങ്കിൽ തന്റെ ഭർത്താവ് വില്ലേജ് ഓഫീസറാണ് എന്ന് അഭിമാനത്തോടെ പറഞ്ഞു നടക്കും. നീയോ വില്ലേജ് ഓഫീസേ ആവശ്യമില്ലെന്ന് പറഞ്ഞു നടക്കുന്നു. നിന്നെ സംബന്ധിച്ചാണെങ്കിൽ ലോകത്താകെ വേണ്ടത് പോലീസും കോടതിയും വക്കീലുമാരും മാത്രമാണ്. എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ. എടീ, ഒരു വില്ലേജ് ഓഫീസറെ കാണുമ്പോ ആളുകൾക്കുണ്ടാവുന്നത് സ്നേഹവും ബഹുമാനവുമാണ്. വക്കീലിനെ കാണുമ്പോഴോ പേടിയാണ്. കുറ്റം ചെയ്തവർക്കേ വക്കീലിനെയും പോലീസിനെയും പേടിക്കേണ്ടതായിട്ടുള്ളൂ. കുറ്റം ചെയ്യാത്തവരെ കുറ്റക്കാരാക്കാൻ നിങ്ങൾക്ക് ഭയങ്കര വിരുദാണല്ലോ. അപ്പൊ മാന്യമാർ നിങ്ങളെ കണ്ട് പേടിച്ചു പോകും. മോഹനേട്ടന് പേടിയുണ്ടോ? എന്നെ പട്ടി പഠിക്കും. എടീ, ഞാൻ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ. എനിക്കൊരാളെയും ഭയമില്ല. ഭയക്കേണ്ട കാര്യമില്ല. അത് വെറുതെ. ലോകത്ത് എന്തിനെങ്കിലും ഭയമില്ലാത്ത ആരുമില്ലെന്നാണ് പറയുന്നത്. ചിലർക്ക് പോലീസിനെ പേടി, ചിലർക്ക് പ്രേതങ്ങളെ പേടി, ചിലർക്ക് ഗുണ്ടകളെ പേടിയാ, ചിലർക്ക് രോഗം വരുമോ എന്നുള്ള പേടി, ചിലർക്ക് കാശ് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, അധികാരം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, മരിക്കുമോ എന്നുള്ള പേടി. അങ്ങനെ എന്തിനെങ്കിലൊക്കെ പേടിയില്ലാത്ത ആരുമില്ല മോഹന. ഞാനുണ്ട്. ഈ പറഞ്ഞ പേടികളൊന്നും എനിക്കില്ല. ലോകത്ത് ഒരു ഭയവുമില്ലാത്ത ഒരേ ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസെന്റ് ചർച്ചിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കാന്തല്ലൂർ വില്ലേജ് ഓഫീസറായ മോഹനകൃഷ്ണനെ പറ്റിയല്ല ചർച്ചിൽ പറഞ്ഞത്, ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയാണ്. ഹലോ, അതെ. ഞാൻ വിളിക്കാനിരിക്കുകയായിരുന്നു. ആ കേസ് വാദിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ. ഇല്ല, നിങ്ങൾ എത്ര രൂപ തരാന്ന് പറഞ്ഞാലും ഞാനില്ല. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് സദാനന്ദൻ സാറിന്റെ അടുത്ത് പറയൂ. എന്താണ് പ്രശ്നം?
നിനക്ക് കേസ് വാദിക്കാൻ പറ്റില്ലെന്നൊക്കെ പറയുന്നു. ഒരു തട്ടിപ്പ് കേസാ മോഹനേട്ടാ. ശിവൻകുട്ടി എന്നാണ് കക്ഷിയുടെ പേര്. അയാൾ വന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി സത്യമാണെന്ന്. കേസ് വാദിക്കാവുന്ന ഏൽക്കുകയും ചെയ്തു. ഇന്നലെ സാധാരണ സാറ് പറഞ്ഞപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് അയാളൊരു തരികിടയോ. ഹമേ, ഇപ്പൊ നീ ചെയ്തത് തെറ്റ്. കേസ് വാദിക്കാമെന്ന് പറയുന്നതിന് മുമ്പേ അയാളെ പറ്റി അന്വേഷിക്കണമായിരുന്നു. അത് ചെയ്യാതെ അയാൾ പറഞ്ഞ പാടെ വാക്ക് കൊടുത്തിട്ട് ഇപ്പൊ വാക്ക് മാറ്റി പറഞ്ഞത് ശരിയല്ല. ആണുങ്ങൾ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. ഞാൻ ആണല്ല, പെണ്ണാണ്. സാറേ, ഉത്തമനാണ്. രാവിലെ എന്തോ കോളും കൊണ്ട് വന്നതാണ്. ചെല്ല്. നമസ്കാരം സാറേ. ഉത്തമൻ എന്താ രാവിലെ? ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. മുഴുവൻ പറയുന്നത് വരെ സാർ കേൾക്കണം. ഇതിനിടയ്ക്ക് എടുത്തിയാടി എന്നെ കടിക്കാൻ വരരുത്. കടിക്കാൻ ഞാനൊരു പട്ടിയല്ല. എന്റെ ഒരു നിവൃത്തികേട് കൊണ്ടാണ് ഞാൻ ഇതുവരെ വന്നത്. സാറിന് മനസ്സുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാം, അതുപോലെ ചെയ്യാം. ഇല്ലെങ്കിൽ സാറ് ചെയ്യണ്ട. പക്ഷെ എന്റെ തന്തയ്ക്ക് വിളിക്കരുത്. അത്തരം വിളികൾ ഉണ്ടായേക്കാവുന്ന കാര്യങ്ങൾ പറയാതിരിക്കുന്നതല്ലേ ഉത്തമ, കൂടുതൽ ഉത്തമം. ഞാൻ വന്നത് പ്രകാശം നടക്കില്ല. ആര് പ്രകാശനാ? പ്രകാശം നടക്കുമായിരിക്കും, പക്ഷേ പ്രകാശന്റെ പോക്കുവരവ് നടക്കില്ല. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സാറേ. എനിക്ക് കേൾക്കണ്ട. പ്രകാശന്റെ പോക്കുവരവിന്റെ കാര്യം പറഞ്ഞ് ഉത്തമൻ ഇവിടെ വരുന്നത് 6ാമത്തെ പ്രാവശ്യമാണ്. കഴിഞ്ഞ 5 പ്രാവശ്യവും ഞാൻ പറഞ്ഞു നടക്കില്ല, 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 നടക്കില്ല. ഇത്തവണ പിന്നെ എങ്ങനെ നടക്കും? സാറേ, ഞാൻ മുഴുവൻ പറഞ്ഞിട്ടില്ല. ഉത്തമ, സർക്കാർ ആശുപത്രിയുടെ പിറകിലെ 1 ഏക്കർ 13 സെന്റ് ഭൂമി പ്രകാശം വാങ്ങിയത് 3 കോടി രൂപയ്ക്കാണ്. കണക്ക് പ്രകാരം 30 ലക്ഷം രൂപയുടെ മുദ്രപത്രത്തിൽ വേണം ആധാരം രജിസ്റ്റർ ചെയ്യാനുള്ളത്. പ്രകാശം ചെയ്തതോ ഭൂമിക്ക് 20 ലക്ഷം രൂപ വില കാണിച്ച് 2 ലക്ഷം രൂപയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചത്. സർക്കാരിന് കിട്ടേണ്ട 28 ലക്ഷം രൂപ ഒറ്റയടിക്ക് പ്രകാശം വെട്ടിച്ചു. സാറേ, പ്രകാശം കള്ളത്തരം കാണിച്ചു എന്നുള്ളത് സത്യമാണ്. നമ്മുടെ നാട്ടിലെ സകല ഭൂമി കച്ചവടക്കാരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ആളുകൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് കൊടുത്ത് ഭൂമി വാങ്ങുമ്പോൾ വിലയുടെ 10% സർക്കാരിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കൂല സാറേ. പിന്നെ സർക്കാരിലേക്ക് അടയ്ക്കുന്ന പണം സർക്കാരിന്റെ വീട്ടിൽ കൊണ്ടുവച്ച് പൂട്ടുകയല്ല ചെയ്യുന്നത്. നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും സർക്കാർ പണം സ്വരൂപിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോ ഉത്തരവാദിത്തപ്പെട്ട പൗരന്മാർ നിയമപ്രകാരം സർക്കാരിലേക്ക് അടയ്ക്കേണ്ട പണം അടച്ചേ മതിയാകൂ. സാർ ഈ പറയുന്നതൊക്കെ നിയമമാണ്. പക്ഷെ ഒറ്റയടിക്ക് 30 ലക്ഷം രൂപ സർക്കാരിന് അടയ്ക്കണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സഹിക്കുവോ? ഉത്തമൻ ഏത് ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? അതിനിപ്പം ഇവിടെ ചോദിക്കുന്നത്. ഉത്തമൻ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? 10ാം ക്ലാസ്. സർക്കാർ സ്കൂളിലല്ലേ പഠിച്ചത്? ഫീസ് എന്തെങ്കിലും കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഉത്തമന് പഠിച്ച സ്കൂളിൽ സാറന്മാർക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നല്ലോ. കിട്ടും. അപ്പോ ഉത്തമന് പഠിക്കാൻ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, അവിടെ പഠിപ്പിക്കാൻ സാറന്മാരുണ്ടായിരുന്നു. അവർക്കൊക്കെ കൃത്യമായി ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നു. ഉത്തമനാണെങ്കിലോ ഫീസ് കൊടുത്തിട്ടുമില്ല. അപ്പൊ പിന്നെ ആ കാശ് സർക്കാർ എവിടെ നിന്നുണ്ടാക്കി? ഉത്തമ, നിയമപ്രകാരം സർക്കാരിലേക്ക് അടയ്ക്കേണ്ട പണം നമ്മൾ അടച്ചാലേ സർക്കാരിന് ജനക്ഷേമപരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. നമ്മൾ അങ്ങനെ കൊടുക്കുന്ന പണം കൊണ്ടാണ് സർക്കാർ സ്കൂളും സർക്കാർ ആശുപത്രിയൊക്കെ നടന്നു പോകുന്നത്. പെട്രോളിനും ഡീസലിനും അരിക്കും ഒക്കെ സബ്സിഡി തരുന്നത്, നാട്ടിൽ റോഡും പാലവും ഒക്കെ ഉണ്ടാക്കുന്നത്. പ്രകാശൻ മുഴുവൻ തുകയും കാണിച്ച് ആധാരം എഴുതാതെ അത് പോക്കുവരവ് ചെയ്യുന്ന പ്രശ്നമില്ല. ചെയ്യില്ല എന്ന് മോഹനേഷം പറഞ്ഞ ചെയ്യില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഇനി ഈ കാര്യം പറഞ്ഞു ഉത്തമനിവിടേക്ക് വരുന്നതിന് മുമ്പ് സർക്കാർ ആശുപത്രിയിൽ ഒരു ബെഡ് കൂടി ബുക്ക് ചെയ്യണം. ആട്ടിച്ചിന്റെ കാര്യം ഓടിക്കും. അഹങ്കാരി. ഈശ്വര, ഇപ്പോഴും ഞാൻ പറയാൻ വന്നത് പറഞ്ഞോ ഇല്ല. അങ്ങേർക്ക് പറയാനുള്ളതെല്ലാം പറയുകയും ചെയ്തു. ഇയാള് പറയുന്നല്ല ഞാൻ കേൾക്കണം, അങ്ങോട്ടൊന്നും പറയാനും പാടില്ല. ഇയാളതൊന്നും റെഡി ചെയ്യാ.